കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഉത്തര നക്ഷത്രക്കാർ അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങള്, അവർക്ക് സാമ്പത്തികമായും ജീവിതത്തിൽ പല ഉയർച്ചകൾക്കും അവർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചൊവ്വ, വ്യാഴം, ബുധൻ ഈ ദശാകാലങ്ങളിൽ, ഈ വരുന്ന ദശാകാലങ്ങളിൽ, ഈ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിൽ അവർക്ക് ദോഷങ്ങൾ ഉളവാകുന്നുണ്ട്. പരിഹാര മാർഗങ്ങൾ ചെയ്യുക. ചൊവ്വ, വ്യാഴം, ബുധന് ദശാകാലം എപ്പോഴാണെന്നുള്ളത് ജാതകത്തിന്റെ ഗ്രഹനില പരിശോധിച്ചാൽ അറിയാം. ആ സമയത്ത് കർമ്മങ്ങളും ജപങ്ങളും ഒക്കെ തുടർന്നുകൊണ്ട് ശിവപ്രീതികരങ്ങളായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ അനിവാര്യമാണ്. ശിവക്ഷേത്ര ദർശനം, ശിവഭജനം, ശിവ അഷ്ടോത്തര സ്തോത്രം ജപിക്കല് ഇതെല്ലാം സ്ഥിരമാക്കുക. ഉത്തര നക്ഷത്ര ജാതകർക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദിത്യ മന്ത്രം ജപിച്ചുകൊണ്ട് വെയിലേൽക്കുക. ഇപ്പൊ നിങ്ങൾ റോട്ടിൽ കൂടി നടന്നു പോവുകയാണ്, ഒരു ജോലിക്ക് പോകുന്ന സമയമാണെങ്കിൽ ആദിത്യ മന്ത്രം ജപം കാണാതെ പഠിച്ചിട്ട് പോകുന്ന സമയത്ത് വെയിൽ കൊണ്ട് റോട്ടിൽ കൂടി പെട്ടെന്ന് നടക്കേണ്ടി വന്ന, നമ്മൾ രാവിലെ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ ഇരുന്ന് നാമം ജപിക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ നടന്നുകൊണ്ട് ആദിത്യ ജപ മന്ത്രം സ്ഥിരമാക്കുക. വെയിലേൽക്കുന്നത് മന്ത്രം ജപിച്ചുകൊണ്ട് വെയിലേറ്റ് നടക്കുക. ഇത് വളരെ ഉത്തരം നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമാണ്. ഉത്തരത്തിലെ ജനനം ആദ്യപാദത്തിലായ രാശ്യാധിപൻ ആദിത്യനാകും. ആദ്യത്തിലാണെങ്കിൽ രാശ്യാധിപൻ ആദിത്യനാണ്. ആയതിനാൽ സൂര്യ നമസ്കാരവും സൂര്യഭജനവും പെട്ടെന്ന് ഗുണം പ്രദാനം ചെയ്യും. സൂര്യ നമസ്കാരം, സൂര്യഭജനം ഇത് പെട്ടെന്ന് ഗുണം ചെയ്യുന്നതാണ്. ഞായറാഴ്ചയും ഉത്രവും ചേർന്ന് വരുന്ന ദിവസം വളരെ പ്രാധാന്യത്തോടെ സൂര്യനെ നമസ്കരിക്കുന്നത് ഉത്തമമാണ്. അതായത് ആദിത്യ ഭജനം പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഇത്. ആദിത്യ ഭജനം നിരന്തരം നിങ്ങൾ ശീലമാക്കുന്നത് വളരെ നല്ലതാണ്. കന്നിക്കൂറിലെ ഉത്രം മുക്കാലിൽ ജനിച്ചവര് ബുധപ്രീതികരങ്ങളായ കർമ്മങ്ങൾ ചെയ്യണം. ശ്രീകൃഷ്ണ ഭജനം, കൃഷ്ണ ക്ഷേത്ര ദർശനം, അതായത് ഗുരുവായൂരപ്പനെ പോലെ തന്നെ കൃഷ്ണന് പ്രതിമയുള്ള ക്ഷേത്രങ്ങളുണ്ട്, അവിടെ പോയിട്ട് നിങ്ങൾ ദർശനം. ഭാഗവത പാരായണം, ഭാഗവതം വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു അധ്യായമോ ഒക്കെ എടുത്തു വെച്ച് വായിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ജോലി തടസ്സങ്ങളോ സാമ്പത്തികമായിട്ട് കിട്ടാൻ തടസ്സങ്ങളൊക്കെ ഉള്ളവര് പരിഹാര മാർഗങ്ങളൊക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഭാഗവത പാരായണം നിരന്തരം നിങ്ങൾ പാലിക്കുന്നത് നല്ലതാണ്. ചുവപ്പ്, പച്ച, കാവി നിറങ്ങള് ഉത്തരം നക്ഷത്രക്കാർക്ക് നല്ലതാണ്. ചിത്തിര, വിശാഖം, തൃക്കേട്ട, ഉത്രമാദ്യപാദത്തിൽ ജനിച്ചവർക്ക് പൂരോരുട്ടാതി 4-ാം പാദം, ഉത്രട്ടാതി, രേവതി എന്നിവരുമായിട്ടുള്ള ആ ഒരു ക്രിയാവിക്രയ ഇടപാടുകൾ, കൊടുക്കല് വാങ്ങലുകൾ, അവരുമായിട്ടുള്ള കൂടിച്ചേർന്ന സാമ്പത്തിക ഇടപാടുകൾ, അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദത്തിലുള്ളവര് ഇവരൊക്കെ ആയിട്ടുള്ള ചേർച്ചകളും ക്രയവിക്രയങ്ങളൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ്. ഈ ഉത്തര നക്ഷത്രക്കാര് ഇവര് ഈ പറയുന്ന നക്ഷത്രക്കാരുമായിട്ടുള്ള ഒരു സാമ്പത്തിക ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടു ബിസിനസ്സുകളൊക്കെ ചെയ്താൽ ചിലപ്പോൾ കൂട്ടു ബിസിനസ് വിജയിക്കാതെ പോകുന്നതൊക്കെ ഇത്തരക്കാരുമായിട്ടുള്ള ചേർച്ചയിലാണ്. പിന്നെ പെട്ടെന്ന് ക്ഷുഭിതരാകുന്ന ഒരു നക്ഷത്രക്കാരാണ് ഉത്തര നക്ഷത്രക്കാര്. ഈ ഉത്തര നക്ഷത്രക്കാർക്ക് ക്ഷമാശീലവും സഹനശീലതയും ഒന്നും ഒട്ടുമില്ല. എന്തെങ്കിലും കണ്ടാൽ പെട്ടെന്ന് ചാടിക്കടിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ കോപാന്തനായിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ ശമനം വരണമെങ്കിൽ നമ്മൾ ആദിത്യ ഭജനം നിരന്തരം ശീലമാക്കുക. ചിലപ്പോൾ നമ്മൾ പെട്ടെന്നുള്ള വാക്കുകൾ കൊണ്ട് കിട്ടാനുള്ള ധനസഹായങ്ങളൊക്കെ നമുക്ക് കുറഞ്ഞു പോകും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആദിത്യ ഭജനം ശീലമാക്കിക്കൊണ്ട്, ചിലപ്പോൾ വെയിലത്ത് 10 മിനിറ്റ് നിൽക്കേണ്ടി വന്നാൽ ആദിത്യ ഭജനം അവിടെ നിന്നുകൊണ്ട് ജപിക്കുക. അതുകൊണ്ട് ഉത്തര നക്ഷത്രക്കാർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ ജീവിതത്തിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്.